അതേപോലെ ഉണക്കി പൊടിച്ചിട്ട് നമുക്കൊരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ്. അപ്പൊ ഈ വളം നമ്മളെ കൃഷിഭവനിലുള്ള ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ നമ്മളെ കിസാൻ കോൾ സെന്ററിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഇത്. മഴക്കാലത്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണെന്നുള്ളത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്, എന്നോട് വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളത്, അപ്പൊ നല്ല മഴ ആണല്ലോ, അപ്പൊ മഴക്കാലത്ത് നമ്മൾ പച്ചക്കറി കൃഷിക്ക് അതേപോലെ പൂന്തോട്ടം ഒരുക്കുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല വളം ഏതാണെന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ വീട്ടില് പച്ചക്കറി കൃഷി അതേപോലെ അടുക്കളത്തോട്ടൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ്. കാരണം നല്ല രീതിയിൽ മഴ പെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലും നമുക്ക് വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പൊ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടും നമുക്ക് വളങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം അത് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ മഴ അതേപടി തന്നെ അത് ഒലിച്ചു പോകും. മഴ പെയ്തിട്ട് അത് ഒലിച്ചു പോകാനാണ് സാധ്യത കൂടുതൽ. അതേപോലെ മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവ വളങ്ങൾ, ഇപ്പം മഴന്റെ മുന്നോടിയായിട്ട് നമ്മൾ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നവർ, പക്ഷെ മഴ ഇപ്പൊ ഈ ആഴ്ചയൊക്കെ നമ്മളെ കേരളത്തിൽ പെയ്ത പോലത്തെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ അതേപടി തന്നെ അടിയിൽ കൂടി ഒലിച്ചു പോയിട്ടുണ്ടാവും. അതിനിപ്പോ പോട്ടിലും ഡ്രമ്മിലാണെന്നുണ്ടെങ്കിലും മണ്ണിൽ നട്ടതാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടില്ല. ഇനിയിപ്പോ ജൈവ സ്ലറികളാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിലും ആ കൊടുക്കുന്ന സ്പോട്ടിൽ അയച്ചാൽ കുറച്ച് നേരമെങ്കിലും ഒരു മഴ നിന്നാൽ മാത്രമേ ചെടിക്ക് ലേശമെങ്കിലും ഒന്ന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതപ്പം തന്നെ മഴ പെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ അത് ഒലിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുക? കാരണം രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും മഴക്കാലത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പൊ അതിന്റെ പോഷകക്കുറവ് നല്ല രീതിയിൽ തന്നെ ചെടികൾ കാണിക്കും ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ പൂക്കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടത്തോട് മാത്രമാണ് കേട്ടോ. അപ്പൊ മുട്ടത്തോട് കൃഷിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എല്ലാവർക്കും അറിയുന്നതാണ്. മുട്ടത്തോടിൽ ധാരാളമായിട്ട് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഗ്നീഷ്യം, സോഡിയം, ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രധാന മൂലകമായിട്ടുള്ള ഫോസ്ഫറസ്, പൊട്ടാസ്യം ചെറിയ തോതിലും നമ്മളെ മുട്ടത്തോടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടത്തോട് എടുക്കുമ്പോൾ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചാൽ പുഴുങ്ങിയിട്ടുള്ള മുട്ടന്റെ തോട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അതിന്റെ ഗുണങ്ങൾ കിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് നമ്മളെ പച്ചമുട്ട പൊട്ടിച്ചിട്ടുള്ള തോടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ വീട്ടിൽ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ മുട്ടത്തോട് എടുത്ത് മാറ്റി വെച്ചാൽ മതി. നമ്മൾ മുട്ടത്തോട് എടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഉണക്കി വെക്കുക. ഇതുപോലെ ഒന്ന് ഉണക്കി വെച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു വളം റെഡിയാക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്നവരാണ്, ഇപ്പൊ പച്ചക്കറി കൃഷി അതേപോലെ പൂന്തോട്ടം എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടത്തോട് ധാരാളമായിട്ട് വേണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ മുട്ട വാങ്ങിയിട്ട് അത് പൊട്ടിച്ച് തോടെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യം വന്ന് എത്ര മുട്ട വേണമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ കൂടുതലായിട്ട് മുട്ടത്തോട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ തൊട്ടടുത്തൊക്കെ ടൗണിൽ ബേക്കറികൾ ഉണ്ടോയെന്ന് നോക്കാം. അപ്പൊ ബേക്കറിയിൽ നമ്മൾ പലഹാരം ഉണ്ടല്ലോ, ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ അവിടെ പച്ചമുട്ടന്റെ തോട് അവർ വേസ്റ്റിലിടാണ് ചെയ്യുക. അപ്പൊ നമ്മളൊന്ന് പോയി പറഞ്ഞിട്ട് ഒരു കവർ വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം തന്നെ ഒരുപാട് മുട്ടത്തോട് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ വെറുതെ പൈസ ചെലവാക്കിയിട്ട് നമുക്ക് ഇതിനായിട്ട് നമ്മൾ മുട്ടത്തോട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ വീട്ടിൽ ചെറുങ്ങനെ നമ്മൾ ദിവസം 1-2 മുട്ട എടുക്കാന്നുണ്ടെങ്കിൽ ആ തോടുകൾ ഇതേപോലെ കഴുകിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ആയതിനു ശേഷം മാത്രം ഈ വളമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പൊ നമ്മളിത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടാണ് കേട്ടോ. ഇനി നമ്മളിത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊരു മിക്സിന്റെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ മിക്സിന്റെ ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ 2 ഗുണമുള്ളത് കേട്ടോ. കാരണം മിക്സിന്റെ ബ്ലേഡ് ഒന്ന് മൂർച്ച കൂട്ടാനും പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഇതൊരു വളമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഇത് മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ മുട്ടത്തോട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കുറച്ചേ ഉള്ളൂ, കാരണം ഞാനിപ്പോ 2-3 ദിവസം മുന്നേ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം പൊടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ മുട്ടത്തോട് ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഉണക്കി പൊടിച്ചിട്ട് നമുക്കൊരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റുന്നതാണ്. അങ്ങനെ പൊടിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ നല്ല മഴയാണ് കേട്ടോ. ഇതിപ്പോ കണ്ടില്ലേ, ഇതിന്റെ പച്ചമുളക് ടെറസിന്റെ മേലെ അതിന് വെച്ച ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ കാറ്റും മഴയും കൊണ്ടിട്ട് ഫുള്ളും പാറിപ്പോയി, പൊട്ടിപ്പൊളിഞ്ഞു. അപ്പൊ ഇതൊക്കെ മാറ്റി നടണ്ടേ. ഞാൻ ഗ്രോ ബാഗിൽ നട്ട് വന്നിട്ടുള്ളൂ. മാറ്റി നടാനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു സൗകര്യത്തിന് വേണ്ടി കാത്തുനിന്നായിരുന്നു. പക്ഷെ ഒക്കെ കാറ്റും മഴയും കൊണ്ടേ. അപ്പൊ ഇതിലൊക്കെ കായ്കളുണ്ട് കേട്ടോ. കുറെ പ്ലാന്റ് ഉണ്ട്, ഒരു 100-100 പ്ലാന്റിന്റെ കൂടുതലുണ്ട്. അപ്പോ ഇതില് കായ്കളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇത് നമ്മളൊന്ന് മാറ്റി നട്ടിട്ട് ഞാനിപ്പോ കണ്ടത് ഇത് ആ ഒരു പറമ്പുണ്ടല്ലോ,
ആ ഒരു പറമ്പിൽ ഗ്രീൻ നെറ്റ് വിരിച്ചിട്ട് അതിന്റെ ചുവട്ടിൽ വെക്കാനാണ് കണ്ടത്. പക്ഷെ എന്തിനും നമുക്ക് മഴ ഒന്ന് മാറി നിൽക്കണം. പിന്നെ തൽക്കാലം ഇതിൽ കാഴ്ചയിലുള്ള പച്ചമുളകൊക്കെ നമുക്കൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് മാറ്റി നടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ വളം നമ്മൾ പച്ചക്കറി കൃഷിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ മഴ നല്ല രീതിയിൽ കൊള്ളില്ലേ, അപ്പൊ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇളക്കിച്ചും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചുവട്ടിലായിട്ട് ഒരു പിടി ഇങ്ങനെ വിതറി മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുത്താൻ വേണ്ടി മാത്രം മതി കേട്ടോ. ഇതിനിപ്പോ നമ്മൾ മണ്ണിൽ നട്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മണ്ണ് മൂടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. ഇപ്പൊ പോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആയിട്ട് മാത്രമേ ഇത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മുട്ടത്തോടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് കേട്ടോ. ഇതിൽ 90% ഞാൻ പറഞ്ഞല്ലോ, 90% കാൽസ്യം കാർബണേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ചെടികൾക്ക് കാൽസ്യം കാർബണേറ്റ് സ്ലോ ആയിട്ട് ആവശ്യത്തിന് മാത്രമായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഈ മുട്ടത്തോടിലുള്ള കാൽസ്യം കാർബണേറ്റ് സ്ലോ ആയിട്ട് മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ചെടികൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെടികൾക്ക് ആവശ്യമുള്ളത് മാത്രം വലിച്ചെടുക്കും. അപ്പൊ കുറച്ചു കാലം ഈ വളം ഈ ചെടി തന്നെ നിലനിൽക്കുന്നതുമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ വളം എൻ്റെ എല്ലാ പച്ചക്കറി കൃഷിക്കും മഴക്കാലത്തും നല്ല വേനൽക്കാലത്തൊക്കെ ഞാൻ ഈ വളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഈ വളം ഞാൻ കണ്ടെത്തിയ വളം എന്നല്ല കേട്ടോ. അപ്പൊ ഈ വളം നമ്മളെ കൃഷിഭവനിലുള്ള ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ നമ്മളെ കിസാൻ കോൾ സെന്ററിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഇത്. മഴക്കാലത്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണെന്നുള്ളത്. അപ്പൊ ഇത് ഞാനും എൻ്റെ ചെടികൾക്ക് മഴക്കാലത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്കും നല്ല റിസൾട്ടാണ് ഈ വളം കൊടുത്തിട്ട് കിട്ടിയത് കേട്ടോ. അപ്പൊ മഴക്കാലത്ത് കൃഷിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ തക്കാളി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കാൽസ്യം കൂടുതലായിട്ട് കിട്ടേണ്ട ഒരു ചെടിയാണല്ലോ. അപ്പൊ അത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ഇതേപോലെ മുട്ടത്തോട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മറ്റു പച്ചക്കറി കൃഷി അതേപോലെ പൂന്തോട്ടം ഒരുക്കുക, ഇനിയിപ്പോ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് ചുവട്ടിൽ ഒരു പിടി ഇട്ട് കൊടുത്താൻ വേണ്ടി മാത്രം മതി കേട്ടോ. അതുപോലെ ഈ ഒരു വളം നമുക്ക് മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേനൽക്കാലത്ത് ഈ ഒരു വളം നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ മഴക്കാല കൃഷിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഈ ഒരു വളം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്